നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സദ്ഭാവന മണ്ഡപത്തിന്റെ നിർമ്മാണം നീളുന്നതായി ലഭിച്ച പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്ഥലം സന്ദർശിച്ചു. പദ്ധതി ടെൻഡർ ചെയ്ത് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്താണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരം നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിച്ച സദ്ഭാവന മണ്ഡപത്തിന്റെ നിർമ്മാണം നീളുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുന്നതിന്റെ ചുമതല സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഇത് ടെൻഡർ ചെയ്ത് കരാറുകാരനുമായി എഗ്രിമെന്റ് വെച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് കളക്ടർക്ക് പരാതി നൽകിയത്. സ്ഥലം സന്ദർശിച്ച കളക്ടർ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നടപ്പാക്കുന്ന സംയുക്ത പദ്ധതിയാണ് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം നിർമ്മിക്കുന്ന സദ്ഭാവന മണ്ഡപം. 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയമാണ് ഇത്. 1,40,00,000 രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവും ചേർത്താണ് നിർമ്മാണം നടക്കുന്നത്. ഇതുകൂടാതെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കഴിഞ്ഞ ബജറ്റിൽ 28 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. എന്നിട്ടും പദ്ധതി അങ്ങ് എത്തിയില്ല. എന്നാൽ നിർമ്മാണ ജോലികൾ പുരോഗമിക്കവേ ഉണ്ടായ അപ്രതീക്ഷിത ചിലവുകൾ മൂലം നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരം പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നതായാണ് കരാറുകാരൻ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.